അത് മറ്റ് സംഘപരിവാറൊക്കെ പ്രചരിപ്പിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഇതിന്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് ഈഴവ സമുദായത്തിന് അർഹമായ അവകാശങ്ങൾ ലഭ്യമാകുന്നില്ല, അത് മറ്റു പലരും തട്ടിക്കൊണ്ടുപോകുന്നു. അതിലൊരു പ്രധാന തട്ടിക്കൊണ്ടുപോകുകാരാണ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രചാരണം. ഇത് അദ്ദേഹം സവർണ മേധാവികൾക്കെതിരെയും ഈ അടുത്ത് ഗണേശൻ മന്ത്രിക്കെതിരെയൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ പല ആളുകളെ കുറിച്ചും പറയുന്നുണ്ട്. സാധാരണഗതിയിൽ RSS അതൊന്നും പറയാറില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഡിമാൻഡ് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈഴവ സമുദായം കേരളത്തിൽ വളരെ പ്രബലമായ ഒരു സമുദായമാണ്. ആ സമുദായത്തിന് അർഹമായ അധികാരങ്ങളും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും എല്ലാം തീർച്ചയായും ലഭിക്കേണ്ടതാണ് മറ്റെല്ലാ സമുദായങ്ങളെയും പോലെ. പക്ഷേ ആ കണക്ക് അദ്ദേഹം പരിശോധിക്കുന്നത് വസ്ത്രാപരമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം മുസ്ലിങ്ങളെക്കുറിച്ച് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം യാതൊരു തരത്തിലും വസ്ത്രാപരമല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള വസ്ത്രാപരമല്ലെന്ന തെളിവുകളുണ്ട്. അതായത് അദ്ദേഹം പറയുന്ന മലപ്പുറം ജില്ലയിൽ ഈഴവർക്ക് കോളേജിൽ, നമുക്ക് പെരിന്തൽമണ്ണയിൽ തന്നെ SNDP ശതാബ്ദി സ്മാരക കോളേജ് തന്നെയുണ്ട്. വേറെ നിരവധി കോളേജുകൾ എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലകളിലും സ്കൂളുകളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായും മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവരുടെ സ്ഥാപനങ്ങൾ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. മറ്റ് പല ജില്ലകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കുറവുമായിരിക്കും. ഇത് എല്ലാ സമുദായങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം തന്നെയാണ്. അവർക്ക് കൂടുതൽ എണ്ണമുള്ള സ്ഥലങ്ങളിൽ അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ സംഘടനകളുണ്ട്, അവരുടെ സ്ഥാപനങ്ങൾ എയ്ഡഡ് മേഖലകളിലും അൺഎയ്ഡഡ് മേഖലയിലേക്ക് വരും. ഉദാഹരണം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ എല്ലാ തവണയും +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സ്കൂളുകളില്ല എന്നുള്ളത് നമ്മൾ എല്ലാ കൊല്ലവും കേൾക്കുന്ന പ്രശ്നമല്ലേ. അപ്പോൾ അവിടെ അതുമാത്രമല്ല, നമ്മൾ ഇദ്ദേഹം പറയുന്ന രീതിയിൽ മുസ്ലിങ്ങൾക്ക് അങ്ങനെ അനർഹമായ രീതിയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പറയാനുള്ള ബാധ്യത ഇവിടുത്തെ സർക്കാരിനും പ്രതിപക്ഷത്തിനുമുണ്ട്. കാരണം പ്രതിപക്ഷവും പലപ്പോഴും ഇവിടെ ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് അതിന് ബാധ്യതയുണ്ട്. ഇവരെത്രത്തോളം ആണ് മുസ്ലിം ലീഗിനും മുസ്ലിങ്ങൾക്കും അമിതമായി അനർഹമായി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കണക്ക് പറയട്ടെ. ആ കണക്ക് കൊണ്ടുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കള്ളപ്രചാരണങ്ങളെ പൊളിക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ മാധ്യമപ്രവർത്തകരുടെ ഒറ്റ ചോദ്യത്തിൽ പൊട്ടിപ്പോകുന്ന കുമിളയാണ് വാസ്തവത്തിൽ ഇദ്ദേഹം പൊക്കിക്കൊണ്ടുവരുന്നത്. ഇതിനൊന്നും യാതൊരു വസ്തുതയില്ല. വേറൊരു കമ്മ്യൂണിറ്റിക്കെതിരെ, വിശേഷിച്ച് ഒരു പിന്നാക്ക സമുദായത്തിനെതിരെ പ്രാതിനിധ്യം ഏറ്റവും കുറഞ്ഞ പാർലമെന്റിൽ നോക്കിയാലും നിയമസഭകളിൽ നോക്കിക്കഴിഞ്ഞാലും സർക്കാർ സർവീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രാതിനിധ്യം കുറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതാണ്. മാത്രമല്ല ഈ കമ്മ്യൂണിറ്റികൾ തമ്മിൽ സഹവർത്തിത്വത്തോടെ കഴിയുന്ന കമ്മ്യൂണിറ്റികൾ തമ്മിൽ അകൽച്ചയും വിദ്വേഷവും ഉണ്ടാകുന്നു. കേരളത്തിൻ്റെ ജനസംഖ്യ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് മുസ്ലിങ്ങളും ഈഴവരും ഏതാണ്ട് ജനസംഖ്യാപരമായിട്ട് തുല്യം നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. മാത്രമല്ല ഈ രണ്ട് കമ്മ്യൂണിറ്റികളും വളരെ സൗഹാർദ്ദത്തോടു കൂടിയാണ് വർഷങ്ങളായിട്ടിവിടെ കഴിഞ്ഞുകൂടുന്നത്. SNDP യോഗത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം. നേരത്തെ ബാബുരാജ് ഭഗവതിയൊക്കെ ഒരു വീഡിയോയിൽ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ തുടങ്ങിയുള്ള വലിയ ധനാഢ്യന്മാർ SN ട്രസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിലും SNDPയുടെ ഡയറക്ടർ ബോർഡിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുകയും അവർക്ക് സംഭാവന കൊടുക്കുകയും, അവരുടെ സംഭാവന അന്നത്തെ കാലത്ത് വലിയ തുകയാണ് അദ്ദേഹം സംഭാവന നൽകിയത്. അതേമാതിരി സംഭാവന നൽകിയ ആളുകളാണ്. മാത്രമല്ല ഇവർ തമ്മിൽ എപ്പോഴുമുള്ള ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളും വ്യത്യസ്ത തർക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു വിദ്വേഷപരമായ രീതിയിലേക്ക് SNDP യോഗത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നതുണ്ടായി.